ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായതിനു ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ഉജ്ജ്വലമായ വരവേൽപ്പ്. കേരള വികസന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് ഇദ്ദേഹം കാസർഗോഡ് എത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ RK ഹാളിൽ സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ തീവ്രവാദികളെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ ഇസ്ലാമോഫോബിയാകുമെന്നും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ തീവ്രവാദത്തെ എതിർത്തപ്പോൾ കോൺഗ്രസും CPIM-ഉം പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും കുറ്റപ്പെടുത്തി. കേരളത്തിലും മാറ്റം കൊണ്ടുവരാൻ BJP ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അധികാരത്തിൽ വരണമെന്ന ദൗത്യമാണ് ലക്ഷ്യപ്പെടുന്നത്. വികസനമെന്ന രാഷ്ട്രീയ വാഗ്ദാനമല്ല, മറിച്ച് ജനങ്ങളുടെ കഷ്ടതകൾക്ക് പരിഹാരം കാണാനും യുവാക്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുമാണ് BJPയുടെ പരിശ്രമമെന്നും സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. 26 സാധാരണക്കാര്, നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്നു. അവിടെ പാകിസ്ഥാനി ഭീകരവാദി വരുന്നു, അവരെ മതം ചോദിച്ചിട്ട് കൊല്ലുന്നു. ഞാനത് പറയുമ്പോൾ കുതിച്ചു ഓടി ചാടി വന്നു കോൺഗ്രസ്സുകാരും ലെഫ്റ്റും. അയ്യോ, ഇത് പറഞ്ഞത് ശരിയല്ല, ഇസ്ലാമോഫോബിയാണ്. അതെങ്ങനെയായി? പാകിസ്ഥാനി ഭീകരവാദിയെതിരെ എതിർക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു അവകാശമില്ല. 26 ആൾക്കാരെ മതം ചോദിച്ചു കൊന്ന ഭീകരവാദികളെ നമ്മൾ കണ്ടം ചെയ്യാൻ നമുക്കൊരു അവകാശമില്ല. ഇല്ല, അവര് കോൺഫ്ലൈറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനി ഭീകരവാദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് അവരെ വോട്ട് ബാങ്കാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇതാണ് കോൺഗ്രസ് പാർട്ടിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അപ്പൊ ലെഫ്റ്റ് ഇപ്പോ ഈ കാലത്തെല്ലാം ഒരു മിനി കോൺഗ്രസ് ആണ്. പണ്ട് കാലത്ത് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവര് അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു പാർട്ടിയാണ്, കോൺഗ്രസ് അഴിമതിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ പാർട്ടിയാണ്, കോൺഗ്രസ് വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്യുന്നു. ഈ ലെഫ്റ്റ് അവരുടെ ഒരു ഡെഡ് ഐഡിയോളജി, മാർക്സിസ്റ്റ് ഐഡിയോളജി മുമ്പോട്ട് വയ്ക്കുന്നു. ഇതായിരുന്നു പണ്ട് കാലത്ത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷയായി. ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുല്ലക്കുട്ടി, നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, K രഞ്ജിത്ത്, S സുരേഷ്, മീഡിയ പ്രഭാരി അനൂപ് ആന്റണി, ദേശീയ കൗൺസിൽ അംഗം M സഞ്ജീവ് ഷെട്ടി, മുൻ ജില്ലാ പ്രസിഡന്റുമാരായ രവീശ തന്ത്രി കുണ്ടാർ, അഡ്വക്കേറ്റ് V ബാലകൃഷ്ണ ഷെട്ടി, അഡ്വക്കേറ്റ് M നാരായണ ഭട്ട്, V രവീന്ദ്രൻ, കരുണാകരൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗങ്ങളായ സവിത ടീച്ചർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M ബൽരാജ്, M ജനനി, AK കയ്യാർ, മണികണ്ഠറൈ, മുരളീധര യാദവ്, HR സുകന്യ, ജില്ലാ ജനറൽ സെക്രട്ടറി N ബാബുരാജ്, ഗജാൻജി, വീണ അരുൺ ഷെട്ടി, മുതിർന്ന നേതാവ് KK നാരായണൻ, സെക്രട്ടറിമാരായ N മധു, മഹേഷ് ഗോപാൽ, പുഷ്പ ഗോപാലൻ, KM അശ്വിനി, സഞ്ജീവ പുളിക്കൂർ, മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ സ്വാഗതവും മനുലാൽ മേലത്ത് നന്ദിയും പറഞ്ഞു. തിങ്കളാഴ്ച രാത്രിയിൽ തന്നെ കാസർഗോട്ടെത്തിയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. ചൊവ്വാഴ്ച രാവിലെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ എന്നിവരുടെ കോർ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.